ഭാരതീയ വാസ്തുവിദ്യയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേരുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടറായ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സാറിന്. നമസ്കാരം സാർ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായി നമ്മൾ സംസാരിക്കുന്നത് ഫെങ് ഷുയിലെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് കുറേ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നമ്മുടെ വിൻഷൈമിനെ പറ്റിയാണ്. എന്താണ് വിൻഷൈമിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മളൊരു വീട്ടിൽ നമ്മൾ വിൻഷൈം തൂക്കുമ്പോഴത്തേക്ക് അതിൽ ഇമ്പോർട്ടൻസ് എന്താണ്? സാറിന് വിൻഷൈംസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് വിൻഷൈംസ് നമുക്കിപ്പം ലോക്കൽ മാർക്കറ്റിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അല്ല 5 റോഡുണ്ട്, 6 റോഡുണ്ട്, 7, 8, 9 പിന്നെ പല ടൈപ്പ് വിൻഷൈംസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ക്ലേയിലുണ്ടാക്കിയ വിൻഷൈംസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പല ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് ഫെങ് ഷുയിയിൽ നമുക്ക് വിൻഷൈംസ് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 റോഡ് 6 റോഡ് അതിന് കണക്കില്ല. നമുക്ക് സാറിന് വെസ്റ്റ് സൈഡിലാണ് കൂടുതൽ, കാരണം മെറ്റൽ എനർജി കൂടുതൽ നിൽക്കുന്ന ഭാഗത്ത് കൂടുതൽ വിൻഷൈംസ് ആഡ് ചെയ്യാൻ വേണ്ടി പറയും. അതിൻ്റെ കൂടെ തന്നെ 8 റോഡുള്ള വിൻഷൈം നമുക്ക് സൗത്ത് സൈഡിലും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഡിഫറെന്റ് നമ്പർ ഓഫ് റോഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗണ്ട്സിൽ ചേഞ്ചസ്, സൗണ്ട്സിൽ മാത്രമല്ല അതിൻ്റെ ഓരോ ഇത്രത്തോളം റോഡ്സ് കൂടുമ്പോൾ അതിൻ്റെ സൗണ്ട്സിനല്ല, അതിൻ്റെ ഒരു മെറ്റൽ എനർജിയുടെ വ്യത്യാസമാണ് വരുന്നത്. സൗണ്ട് എല്ലാം ഒരേപോലെയൊക്കെ തന്നെ കിട്ടുന്നത്, അതിൻ്റെ സൗണ്ടിന് വ്യത്യാസമൊന്നും വരത്തില്ല. ആ എനർജി ആണ് ചേഞ്ചിങ്ങിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞു ബേസിക് ഫെങ് ഷുയിലാണെങ്കിൽ 8 റോഡ് നമ്മൾ ഇടേണ്ടത് സൗത്തിലാണ്. അതേപോലെ തന്നെ 7, 6 ഒക്കെ നമ്മൾ ഇടുന്നത് വെസ്റ്റിലാണ് ഇടുന്നത്. ഓരോ റൂംസ് അങ്ങനെ ബിൽഡിംഗ് ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റിലും അതേപോലെ വെസ്റ്റ് സൈഡിൽ ഇടാറുണ്ട്. പിന്നെ ഈസ്റ്റ് സൈഡിൽ നമ്മൾ വിൻഷൈംസ് അത് നമ്മുടെ വുഡിലുള്ള വിൻഷൈംസ് കിട്ടുന്നുണ്ട്. വുഡിൽ തന്നെ ഈ മുളയിലൊക്കെ ഉണ്ടാക്കിയ വിൻഷൈംസ് നമുക്ക് കിട്ടും. അത് ഈസ്റ്റ് ഡയറക്ഷനിലൊക്കെ സാധാരണ ബേസിക് ഫെങ് ഷുയി യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ വിൻഷൈംസ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനകത്തൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയി അനുസരിച്ച് നമ്മളത് നോക്കുമ്പോൾ വിൻഷൈംസ് ഇടുന്ന പർട്ടിക്കുലർ പോയിൻറ്റ്സ് ഉണ്ട്. കാരണം പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ പുറത്തുനിന്ന് വരുന്ന എനർജി ലെവൽ ഏതൊക്കെ റൂമിലാണ് ഏതൊക്കെ രീതിയിൽ നിൽക്കുന്നത്. അതിൽ മെറ്റൽ എനർജി അല്ലെങ്കിൽ വാട്ടർ എനർജി ഇങ്ങനെയൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ദോഷത്തെ കുറയ്ക്കുവാൻ വേണ്ടി ആണ് നമ്മൾ വിൻഷൈംസ് ആഡ് ചെയ്യുന്നത്. അതായത് ഉദാഹരണം 2-5 കോമ്പിനേഷൻസ് എന്ന് പറയുന്നൊരു കോമ്പിനേഷൻസ് ഈ പറയുന്ന ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷുയിലുണ്ട്. 2-5 എന്ന് പറയുമ്പോൾ 5 ഈ എന്താ പറയുക, അസുഖങ്ങൾ കൂടുതലുണ്ടാവുക, അതേപോലെ തന്നെ വഴക്കുണ്ടാവുക, ഒരു മനസ്സമാധാനം കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള ചില റൂമുകളിൽ ഇങ്ങനെയുള്ള എനർജി ഉണ്ടാവും. അപ്പോൾ ആ റൂമുകളിൽ ഈ 6 റോഡിൻ്റെ വിൻഷൈംസ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഒരു 6 7 വിൻഷൈംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദോഷത്തെ മാറ്റാൻ പറ്റും. അത് വീടിൻ്റെ മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടെയാണോ അതിൻ്റെ പ്രോബ്ലം എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം വിൻഷൈംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഈ നമ്മൾ സാധാരണ ഈ കടയിലൊക്കെ ഇത് തൂക്കിയിട്ടേക്കുന്നത് കാണുമ്പോൾ അതൊരു കൊള്ളാലോ, ഭംഗിയുള്ള സാധനമാണ്, നല്ല ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. കൊണ്ട് നമ്മളൊരു ആസ്ഥാനം മീൻസ് നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ 6 എന്ന് പറഞ്ഞ കോമ്പിനേഷനുള്ളടത്ത് നമുക്ക് ഇടാൻ പറ്റും. എന്നാൽ 9-5 ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഈ 6 റോഡിൻ്റെ വിൻഷൈമോ അല്ലെങ്കിൽ 5 റോഡോ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. അത് ഒത്തിരി, കാരണം ഒരു 24 hours നമുക്കതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റും. പെട്ടെന്ന് നമുക്കതിന് ഈ എന്താ പറയുക, പെട്ടെന്നുള്ള അസുഖം അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടുകാർ തമ്മിലുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് അതിനകത്ത് ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 റോഡിൻ്റെ വിൻഷൈം നല്ലതാണ്, വീട്ടിലിടാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 6 റോഡ്, അതാ 6 റോഡ് എന്ന് പറയും. 6 റോഡിൻ്റെ വിൻഷൈം സാധാരണ നമ്മൾ ആരുടെയും നോക്കാതെയൊക്കെ ഇടുകയാണെങ്കിൽ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ ഇടാൻ പറ്റും. നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ ഇടുമ്പോൾ അവിടുത്തെ മെറ്റൽ എനർജി കൂടുതലായിട്ട് വരും. കാരണം ഏത് വീട്ടിൽ വേണമെങ്കിലും നമുക്ക് നോർത്ത് വെസ്റ്റിൽ നമുക്ക് ഈ ഒരു വിൻഷൈം നമുക്ക് തൂക്കിയിടാൻ വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മൾ എന്താ പറയുക, ഗ്രഹനാഥൻ്റെ തൊട്ടാണ് നോർത്ത് വെസ്റ്റ്. അപ്പം എനർജി ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രഹനാഥൻ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് വെസ്റ്റിലും നമുക്ക് തരാം. കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു അലസത, മടി ഇതൊക്കെ മാറുവാനും നമുക്കൊരു വിൻഷൈം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിട്ട് കഴിഞ്ഞാലും കുറച്ച് നല്ലതാണ്. പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറ് ഭാഗവും ഇതേപോലെ മെറ്റലാണ് അവിടുത്തെ ധാതു, അപ്പോൾ അവിടെ ഇടാൻ പറ്റും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിച്ച്
നോക്കിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അതിന് ദോഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ തന്നെ പല ഫൈബ്രോയിഡിൻ്റെ വിൻചെയിമുണ്ട്. ഫൈബ്രോയിഡിൻ്റെ വിൻചെയിമൊക്കെ പല വീടുകളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയപ്പോഴും ഒത്തിരി വിൻചെയിംസ് ഇട്ടേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ വിൻചെയിംസ് ഇട്ടേക്കുന്നത്? ആ സാർ ടി വിയിൽ സാറ് പോലും പറഞ്ഞിട്ടില്ലേ, ചോദിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക, എന്താണ് പറയുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഫൈബ്രോയിഡിൻ്റെ വിൻചെയിം നമ്മൾ എപ്പോഴും ഇടുന്നത് ടോയ്ലറ്റിനകത്താണ്. ഓക്കെ. ഈ ആൾക്കാർ നോക്കുമ്പോൾ വിൻചെയിം അത് കൊള്ളാം, വിൻചെയിമാണ്, നല്ല ഭംഗിയുള്ള സാധനമാണ്, അത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ ലിവിങ് റൂമിലും ബെഡ്റൂമിലും കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ അത് ആഡ് ചെയ്ത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ഫൈബ്രോയിഡിൻ്റെ വിൻചെയിം എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ വരുന്ന ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ആ എനർജി, ആ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി മാറ്റിയെടുക്കാനാണ് ഫൈബ്രോയിഡിൻ്റെ വിൻചെയിം നമുക്ക് ഉപയോഗിക്കേണ്ടത്. ആ ടോയ്ലറ്റിൻ്റെ ദോഷം അതിൽ മാറിക്കിട്ടും. അപ്പോൾ അതിൽ ഫൈബ്രോയിഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ 6 റോഡ് അവിടെ ഇടാൻ പാടില്ല. 6 റോഡ് എപ്പോഴും ഇടുന്നത് നമുക്ക് ഈ 2-5 എന്ന് പറഞ്ഞ കോമ്പിനേഷൻസ് വരുന്ന ഭാഗങ്ങളിൽ 6 റോഡിൻ്റെ വിൻചെയിം ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഗുണമുണ്ടാകും. കുട്ടികൾ പഠിക്കുന്ന ടേബിൾ, കുട്ടികളുടെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടേബിളിൻ്റെ മുകളിൽ നമുക്ക് 6 റോഡിൻ്റെ വിൻചെയിം ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു സൈക്കിക് ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയും. കാരണം ഇന്ദ്രിയങ്ങളെ ഉണർത്തുവാനുള്ളൊരു എനർജി ഈ വിൻചെയിംസിനുണ്ട്. കാരണം ലൈറ്റായിട്ട് കിട്ടുന്ന കാറ്റ് കൊണ്ട് നല്ല മ്യൂസിക് അതിൽ നിന്നുണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സാർ, നമ്മൾ ഈ കാറ്റ് നല്ലോണം അടിക്കുന്ന സ്ഥലത്ത് ഇട്ടാലല്ലേ അതിന് യൂസ് ഉള്ളൂ? അതെ, അത് ശബ്ദം ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില ശബ്ദം ഉണ്ടായില്ലെങ്കിലും ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെ, ഈ 2-5 കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന ഭാഗത്ത് കാറ്റ് കിട്ടണമെന്നില്ല. ഒത്തിരി വിൻചെയിംസ് അവിടെ ഇട്ടാൽ പറ്റും. മെറ്റൽ എനർജി കൂട്ടുവാൻ വേണ്ടിയാണ് ഒത്തിരി വിൻചെയിംസ് നമുക്ക് അവിടെ ഇട്ടേ പറ്റും. മറ്റേ കോമൺ ആയിട്ട് നമ്മൾ ഇടുമ്പോൾ വടക്ക് പടിഞ്ഞാറ് നമ്മൾ വിൻചെയിം ഇടുമ്പോൾ അവിടെ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വായു കോണം, എയർ സർക്കുലേഷൻ കൂടുതലുള്ള സ്പേസാണത്. അപ്പോൾ അവിടെ നമുക്കൊരു വിൻചെയിം നടന്നാൽ എപ്പോഴും ശബ്ദം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പല ആൾക്കാരും വിൻചെയിംസ് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുന്നതും കറക്റ്റ് പോയിന്റുകൾ. അപ്പം നമുക്കിപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സിറ്റ് ഔട്ട് നമ്മൾ വിൻചെയിം ഇട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗം ഏതാണോ അവിടെ എടുത്തിട്ട് നമുക്ക് വിൻചെയിംസ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ എനർജി ലെവൽ ഏതൊക്കെ രീതിയിൽ വരുന്നത് നോക്കിയതിന് ശേഷം അതനുസരിച്ച് അതിൽ 2-5 കോമ്പിനേഷൻ എവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഓരോ റൂമിനകത്തും ഈ പറയുന്ന ഈ പല 8 ഇത് വരുന്നുണ്ട്, ഓരോ റൂമിലും വരുന്നുണ്ട്. അതിൽ 2-5 വരുന്ന ഭാഗം എവിടെയാണെന്ന് നോക്കിയാൽ അവിടെ നമുക്ക് വിൻചെയിംസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒത്തിരി നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആണ്. പിന്നെ ഇന്ത്യൻ ജ്യോതിഷ രീതിയിൽ പറയുമ്പോൾ വിൻചെയിംസ് കൊണ്ട് വേറെയും കുറേ ഗുണങ്ങളുണ്ട്. അതെന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് എനർജി വീട്ടിലോട്ട് ബാധിക്കാതിരിക്കുവാൻ ഈ വിൻചെയിംസിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം, കാരണം നല്ല ഈ സാധാരണ മണിനാദം പോലെ നല്ല മ്യൂസിക് ആകുമ്പോൾ ഇങ്ങനെയുള്ള ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന ശബ്ദമായത്, ഇങ്ങനെയുള്ള ശബ്ദം ഈ വരുന്ന നെഗറ്റീവ് എനർജീസിന് താങ്ങുവാനുള്ള കരുത്തില്ല. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് വളരെ ദൂരെ മാറി നിൽക്കും. എപ്പോഴും വീട്ടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അതാണ് വിൻചെയിംസ് കൊണ്ടുവയ്ക്കുന്നത്. അത് ഞാൻ എവിടേക്കാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴും വിൻചെയിം വാങ്ങിച്ച് നമ്മൾ വീട്ടിലിടുമ്പോൾ ഒന്നുകിൽ വടക്ക് പടിഞ്ഞാറിടുക, അല്ലെങ്കിൽ ഓരോ റൂമിൻ്റെയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിടാൻ പറ്റും. അല്ലെങ്കിൽ ഈ 5 റോഡ് വാങ്ങരുത്. അഥവാ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ടോയ്ലറ്റ് വരികയാണെങ്കിൽ 5 റോഡിൻ്റെ വിൻചെയിം വാങ്ങിച്ചിട്ട് ആ 2 ടോയ്ലറ്റിനകത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 8 റോഡിൻ്റെ ഒരു പക്ഷേ 8 റോഡിന് കിട്ടുകയാണെങ്കിൽ അത് വീടിൻ്റെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ തെക്ക് ഭാഗത്ത് 8 റോഡിൻ്റെ വിൻചെയിം ഇടാൻ പറ്റും. പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല, 7A നമ്മുടെ കയ്യിൽ കിട്ടിയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ബേസിക് ഫെങ്ഷി മുഖേന 7 നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആഡ് ചെയ്യാൻ പറ്റും. 7 പടിഞ്ഞാറ് ഭാഗത്ത് ബേസിക് ഫെങ്ഷിയിലാണ്, ഫ്ലൈയിങ് സ്റ്റാറിലല്ല. ഫ്ലൈയിങ് സ്റ്റാറിൽ 7 നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഉണ്ട് മെറ്റൽ എനർജി കൂടുതലായിട്ട് ഭാഗത്ത് നമുക്ക് 7 ഉപയോഗിക്കാം. പക്ഷേ ഫ്ലൈയിങ് സ്റ്റാർ ബേസിക് ഫെങ്ഷി മുഖേന അത് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആഡ് ചെയ്യാൻ പറ്റും. 6 റോഡിൻ്റെത് വടക്ക് പടിഞ്ഞാറ്, വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 6 റോഡ് കൂടുതലിടുന്നത് ഏറ്റവും നന്നായിരിക്കും. പിന്നെ അതിലേക്കാളുപരി കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ സെറ്റ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. വീടിൻ്റെ അല്ലെങ്കിൽ അവരുടെ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റഡി ടേബിൾ കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ മുകളിൽ, തലയുടെ മുകളിലായിട്ട് ഈ 6 റോഡിൻ്റെ വിൻചെയിം ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിക് ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്
ഇന്ദ്രിയങ്ങൾ ഉണർത്തുവാനുള്ളൊരു കഴിവ് വളരെ കൂടുതലായിട്ട് നമുക്കതിനകത്തുനിന്ന് കിട്ടും. കോൺസെൻട്രേഷൻ ബിൽഡിംഗ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കിട്ടും. വളരെ നല്ലൊരു പോസിറ്റീവാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. ഞാൻ നിങ്ങളുടെ വീട് സന്ദർശിച്ച് അതിൻ്റെ പ്രശ്ന പരിഹാരം ചെയ്തു തരാം. നമസ്കാരം.